ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ യൂസിങ് റെസിഡ്യൂ എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ യൂസിങ് ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ച റെസിഡ്യൂ തിയറം. ഓക്കെ, എന്തോ ഒരു പ്രശ്നമുണ്ട്. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ യൂസിങ് റെസിഡ്യൂ. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമുക്കൊരു എഫ് ഓഫ് സെഡ് ഇന്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് സർഫേസ് സി, ഒരു കോണ്ടൂർ എന്ന് പറയും. കോണ്ടൂർ അതായത് ക്ലോസ്ഡ് റീജിയൻ f of z dz എന്ന് പറഞ്ഞാൽ it is equal to 2 into pi into I into sum of residues inside the contour. Okay, so എന്താണ് കോണ്ടൂർ എന്ന് പറഞ്ഞാൽ? കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് റീജിയൻ എന്ന് തൽക്കാലം അർത്ഥമാക്കേണ്ടതുള്ളൂ. നിങ്ങളുടെ 11th മൊഡ്യൂൾ തുടങ്ങുന്നത്, 11th ചാപ്റ്റർ തുടങ്ങുന്നത് കോണ്ടൂറിനെ കാണിച്ചുകൊണ്ടാണ്. സോ താല്പര്യമുള്ളവര് അതൊന്ന് പോയി വായിക്കുക കേട്ടോ. കോണ്ടൂർ എന്ന് പറയുന്ന ഭാഗം 11th ചാപ്റ്ററിൽ, ഇത് കോംപ്ലക്സിന്റെ 2ാമത്തെ ചാപ്റ്ററിൽ ഉണ്ട്. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് കോണ്ടൂർ താല്പര്യമുള്ളവര് ഒന്ന് വായിക്കുക. പ്രോബ്ലം ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി സമയം കളയാത്തത്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം പ്രോബ്ലം തന്നെയാണ്, അല്ലാതെ ജസ്റ്റ് എന്താണെന്ന് ചോദിക്കും നമ്മൾ വിചാരിക്കുന്നില്ല. ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ വഴി. ഓക്കെ, സോ എക്സാമ്പിൾ 1. എക്സാമ്പിൾ 1. Integral over a closed contour C 10 into z dz divided by z minus 1 into z square plus 9 where C is nothing but it is represented by mod z equal to 4. എന്താണ് ഇതിന്റെ മീനിങ്? ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കോണ്ടൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി തന്നിട്ടുണ്ട്. മോഡ് z equal to 4 എന്ന് പറഞ്ഞാൽ 4 റേഡിയസ് ഉള്ള 0യിൽ സെന്റർ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ, മീൻസ് ഒരു സർക്കിൾ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ പോൾസ് കണ്ടെത്താം. പോൾസ് കണ്ടെത്തണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് z minus 1 into z square plus 9 equal to 0. നമുക്ക് കിട്ടും z equal to 1. സിമ്പിൾ പോൾ. അതുപോലെ തന്നെ z square plus 9 equal to 0 എന്ന് പറഞ്ഞാൽ z square equal to minus 9, that is z equal to root of minus 9, that is plus or minus I3. z equal to I3, z equal to minus I3. എല്ലാം സിമ്പിൾ പോളാണ്. അടുത്തതായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് ദ കോണ്ടൂർ. ഈ കണ്ടെത്തിയ പോളുകൾ
ഹോളുകൾ എല്ലാം ഇൻസൈഡ് ആണോ നോക്കണം. ഇൻസൈഡ് ആണെങ്കിൽ അതിന്റെ എല്ലാ റെസിഡ്യൂ കൊണ്ട് സമ്മ് ചെയ്ത് 2π കൊണ്ട് ഗുണിച്ചാൽ ഉത്തരമായി. അല്ലാത്ത പക്ഷം നമ്മൾ കാണേണ്ടതില്ല, അതിനെ ഒഴിവാക്കാം. ഓക്കെ, നമുക്ക് ഈ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. സെഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അത് റിയൽ ആണ്, റിയൽ മാത്രമേ ഉള്ളൂ. സോ ഇവിടെയാണ് വരിക. ദിസ് ഈസ് 1. പിന്നെ വരുന്നത് +i3 ആണ്. അതായത് i എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ്, അതിൽ 3. മറ്റേത് -i3 ആണ്, ദാറ്റ് ഈസ് -3. നമ്മുടെ സർക്കിൾ എന്ന് പറഞ്ഞാൽ 4 ആണ് റേഡിയസ്. സോ ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിന്റെയും റെസിഡ്യൂ കാണണം. റെസിഡ്യൂ കണ്ടിട്ട് എന്ത് ചെയ്യണം, എല്ലാം കൂടി സം ചെയ്താൽ ഉത്തരവ്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മോഡ് സെഡ് 4 അല്ലെ, അപ്പൊ മോഡ് സെഡ് ഈക്വൽ ടു ഓരോന്നിന്റെയും കാണാം. അപ്പൊ ഒന്നിന്റെ മോഡ് കണ്ട 1 തന്നെയാണ്, അപ്പൊ അത് ഇൻസൈഡ് 4 ആണ്. മോഡ് ഓഫ് i3 കണ്ട അത് 3 ആണ്, അതും ഇൻസൈഡ് 4 ആണ്. മോഡ് ഓഫ് -i3 3 ആണ്, ഇൻസൈഡ് 4 ആണ്. അപ്പൊ ഈ പോയിന്റ് മാർക്ക് ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മോഡ് എടുത്തിട്ട് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇതിൽ ഓരോന്നിലും എന്ത് കാണണം, റെസിഡ്യൂ കാണണം. അപ്പൊ അത് ഞാൻ ഇനി കാണാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ അത് ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് കിട്ടുന്നത്, ഞാൻ ഈ എഴുതുന്നത് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ദ റെസിഡ്യൂസ് ആർ വരുന്നത് റെസിഡ്യൂ ഓഫ് f ഓഫ് z is equal to 1 ആവുമ്പോൾ വരുന്നത് 1/10 ആണ്. ഓക്കെ, പിന്നെ റെസിഡ്യൂ അറ്റ് f ഓഫ് z is equal to i3 ആവുമ്പോൾ വരുന്നത് 1/2 into 1/3i minus 1 ആണ്. ചെയ്ത് നോക്കണേ, ചെയ്ത് നോക്കാതെ കിട്ടില്ല. ആൻഡ് റെസിഡ്യൂ ഓഫ് f ഓഫ് z is equal to -i3 ആണെങ്കിൽ ഉത്തരം വരുന്നത് -1/2 into 1/3i plus 1. 3i plus 1. ഓക്കെ, എന്റെ സൗണ്ട് ലോ ആവുന്നു ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ 3 റെസിഡ്യൂസ് നമുക്ക് കിട്ടും. സം ഓഫ് റെസിഡ്യൂസ് കാണാം. സം ഓഫ് റെസിഡ്യൂസ് equal to 1/10 plus 1/2 into രണ്ടിലും 1/2 കോമൺ ആണ്. സോ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. ഇൻറ്റു 1/3i minus 1 minus 1/3i plus 1 which is equal to 1/10 plus 1/2 into 3i plus 1 minus 3i minus 1 that is plus 1. അപ്പോൾ 3i വെട്ടിപ്പോവും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 3i plus 1 minus 3i plus 1 that is 2 divided by 3i minus 1 into 3i plus 1. a plus b into a minus b is a square minus b square. Okay, അല്ലേ? a plus ib into a minus ib is a square minus b square. That is 3 square minus 1 square. 3 square എന്ന് പറഞ്ഞാൽ 9. 9 minus 1 എന്ന് പറഞ്ഞാൽ 8. ആണോ? Am I a mistake? നോക്കിയപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് 2 divided by 3i minus 1 into 3i plus 1 equal to 3i into 3i is minus 9i and sorry minus 9 and I into I minus 1 I and minus 1 into minus, okay, minus 1 minus 10 ആണ് കേട്ടോ. Okay, so it is minus 10. Is minus 10. 2 by minus 10.
is equal to 1 by 10. 2 cut ചെയ്താൽ ബാക്കി -1/10. That is 0. So sum of residues 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലളിതമായി കാര്യങ്ങൾ contour over integration of the contour f of z dz, that is z dz by z minus 1 z square plus 9 എന്ന് പറയുന്നത് 2 pi I into 0, that is 0. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2. ഇനി ചെയ്യാൻ പോകുന്ന എക്സാമ്പിളുകളിൽ ഒന്നിലും തന്നെ ഞാൻ റെസിഡ്യൂ കാണാൻ നിൽക്കില്ല കേട്ടോ. അൺലെസ് അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നമ്മൾ ചെയ്തതല്ലാത്ത ഏതെങ്കിലും ടൈപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള റെസിഡ്യൂസ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഓക്കെ, റെസിഡ്യൂസ് കാണാനൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ അല്ല, എക്സാമ്പിൾ 2 അല്ലേ. ഇന്റഗ്രൽ over contour dz divided by z cube into z plus 3. Okay, contour തന്നിട്ടുണ്ട്. contour തന്നിട്ടുള്ളത് circle of represented by mod z equal to 2. c എന്ന് പറഞ്ഞാൽ mod z equal to. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ നോക്കി വായിക്കുന്നത് കേട്ടോ, അല്ലാതൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും വരിക. സോ ആൻസർ, അത് നമുക്ക് പോൾസ് കണ്ടുപിടിക്കണം. ആൻസർ പോൾസ് വരുന്നത് z cube plus z plus 3 equal to 0 എന്ന് കൊടുത്താൽ z equal to 0 ഒരു പോളാണ്. z cube equal to 0 എന്ന് പറഞ്ഞാൽ z equal to 0, പോൾ ഓഫ് ഓർഡർ 3. പിന്നെ z plus 3 equal to 0 കൊടുത്താൽ z equal to -3, പോൾ ഓഫ് ഓർഡർ 1. ദാറ്റ് ഈസ് സിമ്പിൾ പോൾ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പരിപാടികളെല്ലാം ചെയ്യാം. അതിനു മുന്നിൽ കാര്യം നോക്കണം, കോണ്ടൂർ ഒന്ന് വരയ്ക്കാം. കോണ്ടൂർ എവിടെയാ? റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ ആണ്. നമ്മുടെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് 0 ആണ്, നോ ഇഷ്യൂസ്, ഇറ്റ് ഈസ് ഇൻസൈഡ് ദ കോണ്ടൂർ. രണ്ടാമത് വരുന്നത് -3 ആണ്. -3 ഈസ് ഹിയർ. നമ്മുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 2 ആണ്, -3 വരുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ -3 ഈസ് outside the contour. സോ നമ്മൾ അതിനെ കണക്കിലെടുക്കേണ്ട കാര്യം പോലുമില്ല. ഡയറക്റ്റ് ജസ്റ്റ് z equal to 0 പോൾ ഓഫ് ഓർഡർ 3 കണ്ടാൽ മതി. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും റെസിഡ്യൂ ഓഫ് f of z equal to 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 1/27 എന്നാണ്. ഓക്കെ, 1/27 എന്ന് കിട്ടും. സോ integration over contour dz by z cube z plus 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 pi I into sum of residue. ഒരു റെസിഡ്യൂ ഉള്ളൂ, സോ 1/27. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. ഇന്റഗ്രേഷൻ ഉത്തരം എന്ന് പറഞ്ഞാൽ 2 pi by 27 I എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, then next question നോക്കാം. Example 3. Example 3. Question എന്താ? Contour integral z e raised to 1 by z dz. സർക്കിള് മോഡ് z 2, c എന്ന് പറയുന്നത് മോഡ് z equal to. ഓക്കെ, അപ്പൊ ആദ്യത്തിന്റെ കോണ്ടൂർ നമ്മുടെ എന്താണ് റെസിഡ്യൂ കണ്ടുപിടിക്കണം. ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ എപ്പോഴും റെസിഡ്യൂ കാണാൻ നല്ലത് 1/z കോഎഫിഷ്യന്റ് എടുക്കണം. ദാറ്റ് ഈസ് z into e raised to 1/z എന്ന് പറഞ്ഞാൽ
z into 1 plus 1 by z plus 1 by z square 2 factorial plus etc. Z അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ z plus 1 plus ഒരു സെറ്റും z സ്ക്വയറിൽ സെറ്റും കട്ട് ചെയ്താൽ z സ്ക്വയർ 1 by z into 2 plus etc. നമുക്ക് 1 by z ന്റെ കോഎഫിഷ്യന്റ് വരുന്നത് 1 by 2 ആണ്. സോ റെസിഡ്യൂ അറ്റ് ഓഫ് z is equal to 1 by 2. Then നമുക്ക് ഇന്റഗ്രേഷൻ എങ്ങനെ എഴുതാം? Integration is integral z e raised to 1 by z dz equal to durum 1 by 2 into 2 pi I, that is pi I. Okay. ഇത്രയും വളരെ ലളിതമാണ് കാര്യം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എത്രയാണ്? എക്സാമ്പിൾ 4. Example 4. Integration, contour integration of tan z dz. Tan z dz. C തന്നിട്ടുണ്ട്. C എന്ന് പറയുന്നത് mod z equal to 2 ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് എന്ത് കാണാം? tan z ന്റെ എക്സ്പ്രഷൻ അറിയാമെങ്കിൽ നമ്മൾ ഇ റേസ് ടു ചെയ്ത പോലെ ചെയ്യാം. പക്ഷെ അത് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ കിടക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ടാൻ സെഡ് എവിടെയൊക്കെയാണ് അനലിറ്റിക് അല്ലാത്തത് നോക്കാം. ഓക്കെ. ടാൻ സെഡ് ഷൂട്ട് ചെയ്യാം അല്ലെ? നമ്മൾ എപ്പോഴും പറയുന്നത് 1 by ഡിനോമിനേറ്ററിൽ ആള് 0 എടുക്കുക. പക്ഷെ ഇവിടെ ഡിനോമിനേറ്റർ ഇല്ല. ഡിനോമിനേറ്റർ ഇല്ലേ? ഉണ്ടല്ലോ. ടാൻ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ സെഡ് by cos z ആണ്. ഓക്കെ. cos z 0 ആവപ്പോഴാ? cos z equal to 0 ആവപ്പോഴാ? z equal to plus or minus pi by 2 plus or minus 3 pi by 2 plus or minus 5 pi by 2 അങ്ങനെ. എന്നാൽ ഈ എല്ലാ പോയിന്റും എടുക്കേണ്ടതുണ്ടോ? ഇല്ല. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന പോയിന്റ് 2 ഉൾപ്പെടുന്നതായിരിക്കണം. 0 മുതൽ 2 ഉൾപ്പെടുന്നതായിരിക്കണം. നമുക്ക് നോക്കാം. പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? 3.14 divided by 2. That is less than 2. So plus or minus pi by 2 is inside the contour. എന്നാൽ plus or minus 3 pi by 2 നമ്മൾ നോക്കുമ്പോൾ 3 pi by 2 എന്ന് പറഞ്ഞാൽ 1.5 into 3.14 ആണ്, which is greater than 2. So only minus pi by 2 and plus pi by 2 is inside C. അപ്പൊ ആ 2 പോയിന്റിലെ എന്ത് മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ? റെസിഡ്യൂ മാത്രമേ കാണേണ്ടതുള്ളൂ. അപ്പൊ എങ്ങനെ കാണാം? റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ tan z equal to sin z by cos z ആണ്. റെസിഡ്യൂ കാണാൻ നമുക്കറിയാം മേലത്തെ ഡിവൈഡ് ബൈ താഴത്തേക്ക് ഡെറിവേറ്റീവ്. റെസിഡ്യൂ എങ്ങനെ കാണാം? ലിമിറ്റ് z ടെൻഡ്സ് ടു z0, മേലത്തേത് എന്ന് പറഞ്ഞാൽ സൈൻ z ഡിവൈഡ് ബൈ കോസ് z ഡെറിവേറ്റീവ് മൈനസ് സൈൻ z. സൈൻ z പോയാൽ -1. നോക്കണോ, ഇവിടെ z0ന്റെ വാല്യൂ ഒരു പ്രശ്നമല്ല. ഉത്തരത്തിൽ z0 വരുന്നില്ല. അപ്പൊ നമ്മൾ -π/2 കൊടുത്താലും π/2 കൊടുത്താലും എന്തു തന്നെ കൊടുത്താലും ഉത്തരം -1 ആയിരിക്കും. അപ്പോ റെസിഡ്യൂ ഫോർ f of z equal to π/2 ഉം റെസിഡ്യൂ ഫോർ f of z equal to -π/2 ഉം എല്ലാം -1 ആണ്. സോ ഇന്റഗ്രേഷൻ ഓവർ C tan z dz എന്ന് പറഞ്ഞാൽ 2πi into -1 plus -1, that is -4πi. This is the answer. Okay, ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള എന്ത്
കോംപ്ലക്സ് ഇന്റഗ്രേഷൻ യൂസിങ് റെസിഡ്യൂസ്. ഇനി നമ്മൾ ഇതിനെ എക്സിന്റെ ഫങ്ഷൻസ് വന്നാൽ അല്ലെങ്കിൽ സെഡ് തീറ്റയുടെ ഫങ്ഷൻസ് ആയിട്ട് വന്നാലൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത കൺസേൺ. അത് നമുക്ക് അടുത്ത സെഷനിൽ പറയാം. ഓക്കെ, യെസ്.